ഒരു സന്തോഷ വാർത്തയാണല്ലോ അമ്മേ, നിള പ്രഗ്നന്റ് ആണ്. നിളക്കൊപ്പം ഡോക്ടറെ കാണാൻ കയറിയ ലക്ഷ്മിയമ്മ അത് കേട്ട് ഞെട്ടിപ്പോയി. ശ്രീയുടെ ഒരു പരിചയക്കാരിയാണ് ഡോക്ടർ ഗായത്രി. കുറച്ചു കാലം മുമ്പ് ഗർഭാശയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ലക്ഷ്മി അമ്മയെ ട്രീറ്റ് ചെയ്തത് ഈ ഗായത്രിയാണ്. അതിലൂടെ വളരെ നല്ലൊരു അടുപ്പം ഗായത്രിയുമായി അവർക്കുണ്ട്. ശ്രീരാഗസുന്ദർ എന്ന ഗായകന്റെ ചെറിയൊരു ആരാധക കൂടിയാണ് ഈ ഗായത്രി. അതുകൊണ്ട് കേട്ടത് സത്യമാണെന്ന് വിശ്വസിക്കാൻ മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ലക്ഷ്മിയമ്മക്ക്. ഇപ്പോൾ 3 ആഴ്ച വളർച്ചയുണ്ട്. കുട്ടി കുറിച്ച് അനീമിറ്റിക്കാണ്. ടാബ്ലറ്റ്സ് ഞാൻ എഴുതുന്നുണ്ടേ. ഭക്ഷണത്തിൽ ഇലക്കറികളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തിക്കോ. ഈ ചീര, സെലറി, ബ്രക്കോളി, ബീട്രൂട്ട്, മാതളങ്ങ നാരങ്ങയൊക്കെ നല്ലതാ. നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. ചെറിയൊരു ചിരിയോടെ ഗായത്രി പറഞ്ഞു. അപ്പോഴും ഒരു ഞെട്ടില്ലെന്ന പോലെ ഇരിക്കുകയാണ് ലക്ഷ്മിയമ്മ. 3 ആഴ്ച അവരുടെ മനസ്സ് വീണ്ടും ആവർത്തിച്ചു. കണ്ണുകൾ നിറഞ്ഞു. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് അറിയാത്തൊരവസ്ഥ. ശ്രീ മീരയുമായുള്ള ജീവിതം സ്വപ്നം കണ്ട് നടക്കുവാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിളയെ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ തീരുമാനം അത് തന്നെയാണെങ്കിൽ നോക്കി നിൽക്കാൻ തനിക്കാവുമോ? തൻ്റെ പേരക്കുട്ടിയല്ലേ, ശ്രീകുട്ടൻ്റെ ചോര. ആ കുഞ്ഞത് പിഴച്ചു. മകൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേട്ടത് ഈ സാഹചര്യത്തിലായിപ്പോയെന്ന് മാത്രം. എന്ന് കരുതി അത് തൻ്റെ പേരക്കുഞ്ഞല്ലാതാവുന്നില്ലല്ലോ. ശ്രീകുട്ടൻ്റെ മോനോ മോളോ തന്നെയല്ലേ, എങ്ങനെ ഉപേക്ഷിക്കാനാവും? ഇപ്പം നിലക്ക് മുന്നിൽ കൈ നിലർത്തി അവൾ ഉപേക്ഷിച്ച അവൾ ആ കുഞ്ഞിനെ അലസ്മിച്ച് കളയുന്ന ഉറപ്പാണ്. ആ ഓർമ്മയിൽ ലക്ഷ്മിയമ്മയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. വേണ്ട, എനിക്കെൻ്റെ പേരക്കുഞ്ഞിനെ വേണം. ശ്രീകുട്ടൻ്റെ ചോരയായി അത് ആ വീട്ടിൽ വളരും. നിളയെ അവൻ സ്നേഹിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ എൻ്റെ ശ്രീകുട്ടൻ്റെ കുഞ്ഞിനൊരു ആപത്തും ഇല്ലാതെ ജനിക്കണമെന്നേ ഉള്ളൂ എനിക്കിപ്പോൾ. അവർ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തു. മെഡിസിൻ വാങ്ങി ടാക്സി വിളിച്ച് അവിടുന്ന് തിരിക്കുമ്പോഴും നിളയോ ലക്ഷ്മിയമ്മയോ പരസ്പരം ഒന്നും മിണ്ടിയില്ല. ലക്ഷ്മിയമ്മ തീരുമാനമൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മുഖഭാവത്തിൽ നിന്നും നിളക്കത് ഊഹിക്കാമായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിളയ്ക്ക് വേണ്ടി ലക്ഷ്മിയമ്മ കുറേ അധികം പഴങ്ങളും പച്ചക്കറികളും വാങ്ങിയിരുന്നു. എങ്കിലും അവരുടെ മനസ്സിൽ ഒരു ആശങ്ക ബാക്കിയായിരുന്നു. സ്ത്രീ എങ്ങനെ പ്രതികരിക്കുമെന്ന ചിന്ത അവരെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അരികിലായി അച്ഛൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് മീര. അപ്പോഴാണ് ധ്രുവനും വരലക്ഷ്മിയും അവിടേക്ക് വന്നത്. ഒപ്പം രാജു കൃതിയുണ്ട്. ധ്രുവനൊപ്പം വന്ന വരലക്ഷ്മിയെ ഒന്ന് നോക്കിക്കൊണ്ട് മീര പെട്ടെന്ന് എഴുന്നേറ്റു. മീരെ, ഇതാണ് വരലക്ഷ്മി. രാജ് പരിചയപ്പെടുത്തി. മീരയുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി വരലക്ഷ്മിക്ക് നേരെ നീണ്ടു. വെറുപ്പോ ദേഷ്യമോ സഹതാപമോ എന്താണ് തനിക്ക് ഇവരോട് തോന്നുന്നത്? അവൾക്ക് അതിന് ഉത്തരം കണ്ടെത്താനായില്ല. എന്നാൽ അവളുടെ പ്രതീക്ഷ തെറ്റിച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്ന വരലക്ഷ്മിയെ തെല്ലൊരു അതിശയത്തോടെയാണ് അവൾ നോക്കിയത്. മോളെ, മോളെ. മഹിയുടെ നേരത്തെ സ്വരം. മീര വിടർന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി. മഹി കണ്ണുകൾ അടച്ച് കിടക്കുകയാണ്. മുഖം ചുളിച്ചുകൊണ്ട് എന്തോ പുലുമ്പുന്നുണ്ട്. ഉറക്കത്തിൽ എന്തോ സ്വപ്നം കാണുകയാണ്. മീരയും ഹരിയുമായിരുന്നു ആ സ്വപ്നത്തിൽ. ഒരടച്ചിട്ട മുറിയിൽ മീരയെ തല്ലിച്ചതക്കുന്ന ഹരി. അവൻ്റെ ഷൂസ് ധരിച്ച വലതുകാൽ കൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ചവിട്ടി ഞെരിക്കുകയാണ്. മീരവൻ്റെ കാലിനടിയിൽ കിടന്ന് പിടയുകയാണ്. അവൻ ആ കാലുയർത്തി അവളുടെ വയറിൽ ആഞ്ഞു ചവിട്ടിയതും മീര നിലവിളിച്ചു. ആ നിലവിളി അരോചകമായി തോന്നിയ അടുത്ത നിമിഷം അവൻ ഈർച്ചയോട് അവളുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവളുടെ കഴുത്ത് ചവിട്ടി ഞെരിച്ചു. മീരയുടെ വായിൽ നിന്ന് ചോരയൊഴുകി. അവസാനം ഒരു പെടച്ചിലൂടെ അവളുടെ ശരീരത്തിൻ്റെ ചലനം നിലച്ചു. മോളെ. ആ സ്വപ്നത്തിൻ്റെ ഭീകരതയിൽ നിന്ന് പുറത്തു വരാതെ മഹി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മോളെ. അയാൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി. മോളെ, മോളെ. കണ്ണുകൾ തുറക്കാതെ മഹി അലറുകയാണ്. അച്ഛാ, ഞാനിവിടെ ഉണ്ട് അച്ഛാ, അച്ഛാ. മീരച്ഛൻ്റെ മുഖം കൈകോളിലാക്കി പറഞ്ഞു. മഹി അതൊന്നും കേൾക്കുന്നില്ല. അയാളുടെ ശരീരം മുഴുവൻ വിയർപ്പിൽ കുതിർന്നു. കിതപ്പോടെ പുലമ്പുകയാണ്. വരലക്ഷ്മിക്ക് ഭയം തോന്നി. മീരയുടെ എതിർവശത്ത് വന്നു നിന്ന് അവർ മഹിയുടെ കയ്യിൽ പിടിമുറുക്കി. അച്ഛാ, അച്ഛാ, കണ്ണു തുറക്ക്, ഞാനാച്ചാ മീര. അവൾ മഹിയുടെ കവിളിൽ തട്ടി പിടിച്ചു. ശേഷം മഹിയെ നന്നായെന്ന് പിടിച്ചു കുലുക്കി. അച്ഛ എന്ന വിളി കാതിൽ പതിഞ്ഞതോ അറിയില്ല. ഉടനടി മഹി കണ്ണു തുറന്ന് വെപ്രാളത്തോടെ ചുറ്റും നോക്കി. അയാളുടെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ നിൽക്കുന്നു മീര. അയാൾക്ക് വിശ്വസിക്കാനായില്ല. ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ രാജനെയും മകളെയും കണ്ടു. മഹിയുടെ കണ്ണുകൾ നീറി. അയാളൊരു കൈ കൊണ്ട് അവളെ പിടിച്ച് നെഞ്ചോടടക്കി. മോളെ. മഹിയുടെ കണ്ണുനീർ അവളുടെ നെറ്റിയിൽ വന്ന് പതിച്ചു. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അയാൾ വേവലാതിയോടെ തിരക്കി. എനിക്കൊന്നുമില്ല അച്ഛാ, എനിക്കൊന്നും പറ്റിയില്ല. അവൾ അയാളെ സമാധാനിപ്പിച്ചു. വരലക്ഷ്മി കൊതിയോടെ ആ അച്ഛനെയും മകളെയും നോക്കി നിന്നു. താനും ഏറെ കൊതിച്ചതാണ് ഇതുപോലെ ഈ നെഞ്ചോട് ചേർന്ന് കൈക്കുള്ളിൽ കിടക്കാൻ. വർഷമെത്ര കഴിഞ്ഞിട്ടും ആ ഭാഗ്യം തനിക്ക് കിട്ടിയില്ല. വരലക്ഷ്മി വരണ്ടൊരു ചിരിയോടെ അവരെ നോക്കി നിന്നു. എവിടെയായിരുന്നു നീ ഇത്രയും കാലം?
ഒരിക്കൽ പോലും ഈ അച്ഛനെ വന്ന് കാണണമെന്ന് നിനക്ക് തോന്നിയില്ലേ? അത്രക്ക് ക്രൂരനായിരുന്നോ നിനക്ക് ഞാൻ? മാഹി ഇടർച്ചയോടെ ചോദിച്ചു. അവളുടെ തലയിൽ വെച്ച് കെട്ടിയ മുറിവിലൂടെ പതിയെ വെല്ലോടിച്ചുകൊണ്ട് കണ്ണു നിറച്ചയാൾ. മീരയ്ക്ക് സങ്കടം തോന്നി. നരേന്ദ്രൻ തൻ്റെ രണ്ടാനച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അന്വേഷിക്കേണ്ടതായിരുന്നു. അമ്മയെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ എന്നതിലുപരി ഇത്ര വേദനകൾ സഹിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനെ അവൾക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. അതോർത്ത് അവൾക്ക് കുറ്റബോധം തോന്നി. അറിഞ്ഞില്ലല്ലോ ഞാൻ, എൻ്റെ മോളെക്കുറിച്ച് ഞാൻ അറിയാതെ പോയല്ലോ. എല്ലാവരും കൂടി നമ്മൾ അകറ്റിക്കളഞ്ഞില്ലേ. ഞാനില്ലാതെ എൻ്റെ മോൾ ഇത്രയും കാലം. മാഹി മീരയെ തലോടുകയാണ്. വരലക്ഷ്മിയുടെ ശിരസ് അത് കേട്ട് കുനിഞ്ഞു പോയി. മോള് പേടിക്കണ്ട, ഇനി നിനക്ക് ഞാനുണ്ട്. നരേന്ദ്രനോ ഹരിയോ ആരായാലും അവര് വരട്ടെ. എൻ്റെ മോളുടെ രോമത്തിൽ തൊടില്ല അവരൊന്നും. ഞാൻ ഇവിടുന്ന് എണീറ്റോട്ടെ, കാണുന്നുണ്ട് ഞാൻ അവരെ. മാഹിയുടെ ഭാവം മാറി. മീരയിൽ അയാളുടെ പിടിമുറുക്കി. മീര അച്ഛനിൽ നിന്നും അകന്നു മാറി ആ അച്ഛൻ്റെ കവളിൽ കൈവച്ചു. ഹരിയുടെ പേര് മനസ്സിലൊരു ഭയം ഉളവാക്കിയെങ്കിലും അവൾ അച്ഛന് മുന്നിൽ പ്രകടിപ്പിച്ചില്ല. മാഹി അവളിനി എങ്ങും വിടില്ലെന്ന പോലെ അവളെ ചേർത്ത് പിടിച്ചാണ് ഇരിപ്പ്. കൃതിക്ക് സന്തോഷം തോന്നി. മീര സുരക്ഷിതമായ കൈകളിലാണിപ്പോൾ. അവൾക്ക് ആശ്വാസമായി. മോള് വല്ലത് കഴിച്ചോ? ധ്രുവ, മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിവാ. മോൾക്ക് എന്താ വേണ്ടേ? ധ്രുവനോട് പരിഭവങ്ങളില്ലാതെ മഹി അത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ധ്രുവന്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു. എനിക്കൊന്നും വേണ്ടച്ചാ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ, ഇനി ഒന്നും വേണ്ട, മീര പറഞ്ഞു. ഇതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് രാജ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് രാജിനെ മഹി ശ്രദ്ധിക്കുന്നത്. ഡാ, മഹി ഒന്ന് ഉറക്കെ വിളിച്ചു. രാജ് തിരിഞ്ഞു നോക്കി. ഞാനിങ്ങനെ കിടക്കുമ്പോൾ നീ എവിടെ പോകുകടാ? മാഹി രാജിനെ തിരക്കി. രാജ് മാഹിയെ നോക്കി ചുണ്ടുകൂട്ടി. ഓ, നമ്മുടെ ആവശ്യമൊന്നും ഇവിടെ അല്ലടാ, നമ്മളൊക്കെ വില്ലന്മാരല്ലേ? രാജ് ചോദിച്ചു. ക്ഷമിച്ചേക്കടാ, പെട്ടെന്നെല്ലാം കൂടി കേട്ടപ്പോൾ പറഞ്ഞു പോയതാ. നന്ദിയുണ്ടടാ, നീ ഇല്ല എന്നെങ്കിൽ എൻ്റെ മോള്. മാഹിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഒരു വശം മാത്രം കേട്ട് രാജനെ പലതും പറഞ്ഞു. മാഹിക്ക് കുറ്റബോധം തോന്നി. ക്ഷമിക്കാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. ഒന്ന് പോടാ. വാ മോളെ, അവൾ അച്ഛനായി മോളായി, അവളുടെ പാടായി, നമുക്ക് പോവാം. ചിരിച്ചുകൊണ്ട് മഹിയെ നോക്കി പറഞ്ഞുകൊണ്ട് രാജ് കൃതിയോട് പറഞ്ഞു. രാജിൻ്റെ ചിരി കണ്ട് മഹിക്ക് ആശ്വാസം തോന്നി. ഡീ, ഞങ്ങൾ ഇറങ്ങുവാ, നീ വരുന്നുണ്ടോ? കൃതി വെറുതെ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അച്ഛൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവളെ നോക്കി. ശരി ശരി അങ്കിളെ, ഞാൻ എന്ന വാക്കതെ പാലിച്ചിട്ടുണ്ടേ. ഇതിന് നന്ദി എപ്പോഴും വേണം. അപ്പം ഞങ്ങൾ ഇറങ്ങാം. ഇനി അച്ഛനും മോളും സെൻറ്റിയോ കരച്ചിലോ എന്തോ ആയിക്കോ. കൃതി അതും പറഞ്ഞ് അച്ഛനോടൊപ്പം പോയി. മഹി നല്ല സന്തോഷത്തിലാണ്. മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് തൻ്റെ അടുത്തിരിക്കുന്നത്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒരച്ഛൻ്റെ ഭാഗ്യം, പൊന്നുപോലൊരു മകള്. അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. ദിയ ജനിച്ചു വീണപ്പോൾ അവളെ തൻ്റെ കൈകളിലാണ് ഏറ്റുവാങ്ങിയത്. അവൾ വളർന്നപ്പോഴും അവളുടെ കുസൃതികൾ വീട്ടിൽ നിറഞ്ഞപ്പോഴുമൊക്കെ ഒരച്ഛനാവാൻ ഒത്തിരി കൊതിച്ചിരുന്നു. നീരജിയോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹമെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ ആ സന്തോഷം പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു മഹിക്ക്. അയാളുടെ ആ സന്തോഷം കണ്ട് വരലക്ഷ്മിയുടെ മനസ്സ് നിറഞ്ഞു. അവരിങ്ങനൊരു മഹിയെ കണ്ട കാലം മറന്നു. മീരയോട് കളിച്ചും ചിരിച്ചും പരിഭവം പറഞ്ഞുമൊക്കെ ഇരിക്കുന്ന മഹിക്ക് വല്ലാത്തൊരു കൂട്ടിത്തം തോന്നി. ആ അച്ഛനെയും മകളെയും പുഞ്ചിരിയോടെ വരലക്ഷ്മി നോക്കി നിന്നു. മഹിയിൽ വിരിയുന്ന ചിരിക്ക് ഒത്തിരി ഭംഗിയുണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക്. ഇടയ്ക്കെപ്പോഴോ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ മഹി വരലക്ഷ്മിയെ കണ്ടു. കണ്ട മാത്രയിൽ മഹിയുടെ മുഖമിരണ്ടു. ആ മുഖത്തെ ചിരി മാഞ്ഞു. ധ്രുവ, മഹിയുടെ ശബ്ദം ഉയർന്നു. ആ വിളി എന്തിനാണെന്ന് മനസ്സിലാക്കി വരലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു. മീരയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആ സ്ത്രീയോട് എന്താണ് തനിക്കിപ്പോഴും തോന്നുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരലക്ഷ്മിക്ക് അറിയുന്നുണ്ടായിരുന്നു ഈ അവഗണന ശീലമായെങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത് കൊണ്ടിപ്പോൾ ഈ അവഗണന സഹിക്കാനാവുന്നില്ല. വരലക്ഷ്മി മെല്ലെ സ്ത്രീക്കടുത്തേക്ക് പോയിരുന്നു. സ്ത്രീ ഒരു കോളിലായിരുന്നു. അവൻ വന്നിരുന്നത് കണ്ട് അവൻ ഫോണ് കട്ട് ചെയ്ത് മഹിയുടെ റൂമിലേക്കൊന്ന് നോക്കി. എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. മുഖം തുടക്കുന്ന വരലക്ഷ്മിയോട് ശ്രീ തിരക്കി. ഒന്നുമില്ല ശ്രീ, അവിടെ അച്ഛനും മോളും നല്ല സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷെ നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, വരലക്ഷ്മി പറഞ്ഞു. ശ്രീ ഒന്നും മിണ്ടിയില്ല. മീരയെ ഒന്ന് കാണാൻ അവനും തോന്നി. അവൻ മെല്ലെ എണീറ്റ് മഹിയുടെ റൂമിന് നേരെ നടന്നു. ആദ്യം അടിച്ചെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കി. അവിടെ അച്ഛനോട് ചേർന്നിരുന്ന് പുഞ്ചിരിക്കുന്ന മീര. അടുത്ത് ധ്രുവനുണ്ടെങ്കിലും അവൻ്റെ കണ്ട് ധ്രുവനിലോ മഹിയിലോ പതിഞ്ഞില്ല. അവൻ്റെ കണ്ണിൽ നിറഞ്ഞത് അവൾ മാത്രമായിരുന്നു. ഡോറ് തുറന്ന ശബ്ദം കേട്ട് 3 പേരും അതുപോലെ അവിടേക്ക് നോക്കി.
മീരയുടെ നോട്ടം തന്നിലെത്തിയെന്ന് കണ്ടതും ശ്രീയുടെ മുഖത്ത് ചിരിക്ക് ശോഭ കൂടി. അവനകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത്. അവനത് കട്ടാക്കുമ്പോഴേക്കും അടുത്ത കോളും വന്നു. അതോടെ അവൻ മീരയെ നോക്കി ഭംഗിയായി ചിരിച്ചുകൊണ്ട് തിരികെ പുറത്തേക്ക് പോയി. വിളിച്ചത് ലക്ഷ്മിയമ്മയാണ്. ശ്രീയോട് എത്രയും വേഗം വീട്ടിലെത്താൻ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. നിർത്താതെ വിളിച്ചത് എന്തോ അത്യാവശ്യമുണ്ടായിട്ടാണെന്ന് അവൻ ഓർത്തു. കാര്യം തിരക്കും മുന്നേ ലക്ഷ്മിയമ്മ ഫോൺ വെച്ചിരുന്നു. വരലക്ഷ്മിയോട് കാര്യം പറഞ്ഞ് അവൻ സമയം പാഴാക്കാതെ വീട്ടിലേക്ക് തിരിച്ചു. കാര്യം അറിയാത്തത് കൊണ്ട് അവൻ കാറിൻ്റെ സ്പീഡ് കൂട്ടി. ഇതിനിടയിൽ പലതവണ അമ്മയെ വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ആയില്ല. അതോടെ അവൻ്റെ ഭയം കൂടി. കാർ എങ്ങനെയൊക്കെയോ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. ഓടിപ്പിടിച്ച് സിറ്റൗട്ടിൽ കയറുമ്പോൾ മുൻവശത്തെ ഡോർ ലോക്കായിരുന്നു. വാതിലിൽ മുട്ടിക്കൊണ്ട് അവൻ കോളിംഗ് ബെല്ല് തുടരെ അമർത്തി. അമ്മേ, അമ്മേ! അവൻ ഉച്ചത്തിൽ വിളിച്ചു. പെട്ടെന്ന് മുൻവശത്തെ ഡോറ് തുറക്കപ്പെട്ടു. പക്ഷെ തുറന്ന ആളിനെ കണ്ട് അവൻ ഞെട്ടി. പെരുവിലിൽ നിന്ന് ദേഷ്യം മരിച്ചു കയറി. ദേഷ്യത്താൽ അവൻ്റെ ശരീരം വിറച്ചു. നീയോ? നിനക്കെന്താടി ഇവിടെ കാര്യം? അവനവളെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നിർത്തിക്കൊണ്ട് ശ്രീ ചീറി. അത് കൊള്ളാം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്കെന്താ കാര്യമെന്നോ? നീള അവനോട് തിരിച്ചു ചോദിച്ചു. ഓ, വക്കീൽ നോട്ടീസ് കയ്യിൽ കിട്ടിയതിൻ്റെ ബാക്കിയാണോ? ശ്രീ പുച്ഛിച്ചു. അതിനേക്കാൾ മികച്ചൊരു പൂച്ചച്ചിരി നിലയുടെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു. നിന്നോടും നിന്റെ തന്തയോടും എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ ഞാൻ. അന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന്. അത് പിന്നെ വക്കീൽ നോട്ടീസ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി ഇവിടെ നിന്ന് ഷോ ഇറക്കി വെറുതെ സമയം കളയാതെ പോകാൻ നോക്ക്. ബാക്കി കോടതിയിൽ. അവനവളെ സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളിയിറക്കി. ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിടാമെന്ന് നിങ്ങൾ കരുതണ്ട ശ്രീ. നിങ്ങൾ ഞാനുമായുള്ള ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. വേർപിരിഞ്ഞില്ലല്ലോ. അതിനർത്ഥം എനിക്കിപ്പോഴും നിങ്ങൾക്കൊപ്പം ഈ വീട്ടിൽ കഴിയാനുള്ള അവകാശമുണ്ട്. ഇനി പിരിഞ്ഞാലും ഞാനുമായുള്ള ബന്ധം മാത്രമല്ലേ നിങ്ങൾക്ക് നിയമപരമായി അറുത്തു മാറ്റാൻ പറ്റുള്ളൂ. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്ന ബന്ധം നിങ്ങൾക്ക് അറുത്തു മാറ്റാൻ പറ്റില്ലല്ലോ. എൻ്റെ കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ജനിച്ചു വളരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. നിള പറയുന്നത് കേട്ട് ശ്രീ ഞെട്ടിപ്പോയി. ഗർഭിണിയായിരിക്കെ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രീക്ക് കഴിയില്ല. ഒരു കോടതിയും അതിനെ അനുകൂലിക്കില്ല. നിള പറയുന്നത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, പുതിയ ബുദ്ധി കൊള്ളാം. വക്കീൽ നോട്ടീസ് കയ്യിൽ കിട്ടിയ നിമിഷം തന്നെ അവൾക്ക് ദിവ്യഗർഭം പൊട്ടിമുളച്ചു. നീ തന്തയുടെ മോൾ തന്നെയടി. ശ്രീ ചുണ്ടുകൊട്ടി ചിരിച്ചു. അത് കണ്ട് നീളമൊന്ന് പുഞ്ചിരിക്കുകയേ ചെയ്തുള്ളൂ. നിന്റെ കള്ളക്കഥയൊന്നും എന്നോട് ഇനി നടക്കില്ല. നീയും നിന്റെ തന്തയും നോക്കി നിൽക്കാൻ നീയൊക്കെ കൂടി ദ്രോഹിച്ച് എൻ്റെ മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. എന്നേക്കുമായി ഞാൻ അവളെ സ്വന്തമാക്കും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രീ ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം ആ കല്യാണം നടക്കില്ല. നീളാവന് മുന്നിൽ കൈ കെട്ടി നിന്നു. നീ ജീവനോട് ഉണ്ടാകുകയും ചെയ്യും. വിവാഹം നിന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. ശ്രീ പറഞ്ഞു. ഞാനുണ്ടാവും, പക്ഷെ അവളുണ്ടാവില്ല ജീവനോടെ. നിലയുടെ മുഖത്ത് വന്യത നിറഞ്ഞു. ശ്രീക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ നിലയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. നിലയൊന്ന് വേച്ചു പോയി. ശ്രീകുട്ട! ലക്ഷ്മി അമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു. ശ്രീ ദേഷ്യത്തോട് അമ്മയെ തിരിഞ്ഞു നോക്കി. ലക്ഷ്മി അമ്മയും ദേഷ്യത്തിലാണ്. അത് നിളയെ തല്ലിയത് കൊണ്ടല്ല, അവളുടെ ഉള്ളിൽ വളർന്ന കുഞ്ഞിനെ ഓർത്തുള്ള ആദിയാണ് അവൾക്ക്. അമ്മേ, ഈ നശൂലത്തെ കാണിക്കാനാണോ അമ്മേനെ ഇത്ര അത്യാവശ്യത്തിൽ വിളിച്ചു വരുത്തിയത്? ഇവളെങ്ങനെയാ അകത്ത് കയറിയേ? അവന്റെ ശബ്ദം ഉയർന്നു. ഞാനാ ഇവളെ അകത്തേക്ക് കയറ്റിയത്, ലക്ഷ്മി അമ്മ പറഞ്ഞു. ശ്രീക്കത് വിശ്വസിക്കാനായില്ല. എന്താ, അമ്മയാണോ ഇവളെ? അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ. ആരോട് ചോദിച്ചിട്ടാ ഇവളെ ഈ വീടിനുള്ളിൽ അമ്മ കയറ്റിയത്? ലക്ഷ്മി അമ്മയുടെ മറുപടി കേട്ട് ശ്രീക്ക് അരിശം തോന്നി. അതിനാരുടെ അനുവാദം ഞാൻ ചോദിക്കേണ്ടത്? നിന്റെയോ? കുറച്ച് ദേഷ്യത്തിൽ ലക്ഷ്മി അമ്മ ചോദിച്ചു. ശ്രീ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇവളിവിടെ കയറ്റിയെന്ന് മാത്രമല്ല, ഇനി മുതൽ നിള എവിടെയാണ് താമസം? അതാണ് എൻ്റെ തീരുമാനം. ലക്ഷ്മി അമ്മ തൻ്റെ തീരുമാനം അറിയിച്ചു. ശ്രീക്കത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ആയില്ല. അമ്മ ഇതെന്തുദ്ദേശ? ഇവൾ ചെയ്തു കൂട്ടിയതൊക്കെ അമ്മ ഇതപ്പെടുന്ന് മറന്നോ? അവന് രോഷം അടക്കാനായില്ല. ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല. ഇല്ലമ്മേ, ഞാനിതിന് സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഇവളോടെന്താ ഇത്ര സഹതാപം? ശ്രീ ചോദിച്ചു. എനിക്ക് സഹതാപം ഇവളോടല്ല ശ്രീകുട്ട, ഇവളുടെ വയറ്റിലുള്ള നിന്റെ കുഞ്ഞിനോടാണ്. എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. നിന്റെ ആദ്യത്തെ കുഞ്ഞ്, നമ്മുടെ ചോര. അതിനെ ജനിക്കും മുന്നേ അനുസരിച്ച് കളയാൻ ഞാൻ കൂട്ടി നിൽക്കില്ല. ഇവളെങ്ങനെയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്കെൻ്റെ പേരക്കുട്ടിയെ വേണം. അത് ഈ തറവാട്ടിൽ തന്നെ ആരോഗ്യത്തോടെ ജനിച്ച് വീഴണം. അതുവരെ ഇവളുടെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്ത. നീ എതിര് നിൽക്കണ്ട. നിന്നിട്ട് കാര്യമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
ലക്ഷ്മി അമ്മ തീർത്ത് പറഞ്ഞു. നിളൊരു വിജയ ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അതുകൂടിയായപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു. ഛേ, ഇവള് പറയുന്ന നുണക്കഥകൾ അപ്പാട് വിഴുങ്ങിയോ അമ്മ? എന്റെ അമ്മേ, ഞാനുമായുള്ള വിവാഹം നടത്താൻ വേണ്ടി ഇവളും ഇവളുടെ തന്തയും കൂടി ചെയ്തതൊന്നും അവൻ മറന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ ബന്ധം നിലനിർത്താൻ ഇവറ്റകൾ ഏതറ്റം വരെ വേണേലും പോവും. ഇതൊന്നും കേട്ട അമ്മ വിശ്വസിക്കല്ലേ, ഇത് ഇവളുടെ തന്തയുടെ ബുദ്ധിയാ. വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ അവൾക്ക് പെട്ടെന്നുണ്ടായ ദിവ്യ ഗർഭമായത്. ഇവൾക്ക് ഗർഭമൊരു തേങ്ങയില്ല. പച്ചക്കള്ള ഇതൊക്കെ, ശ്രീ വീറോടെ പറഞ്ഞു. കള്ളല്ല, സത്യാണ്, ലക്ഷ്മി അമ്മ സമാധാനത്തിൽ പറഞ്ഞു. ഇവള് പറഞ്ഞത് കേട്ടിട്ടാണോ അമ്മ? അല്ല, അവൾ പറയുന്നത് സത്യാണ്. എനിക്കത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇവളിത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തതാ. കുഞ്ഞിന് 3 ആഴ്ച വളച്ചിരുന്നാണ് ഗായത്രി പറഞ്ഞത്. റിപ്പോർട്ട്സൊക്കെ നിന്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. വിശ്വാസം വന്നില്ലെങ്കിൽ ഗായത്രിയോട് തന്നെ ചോദിക്കാം. എന്തായാലും എനിക്ക് വിശ്വാസമാണ്.